കിണർ കുഴിച്ചു. ആ കിണർ കുഴിച്ചപ്പോൾ ആ കിണറിൽ പാറയുണ്ടായി. അങ്ങനെ പാറ പൊട്ടിച്ച് കുറെ കയറ്റി. അങ്ങനെ ആ പാറ പൊട്ടിക്കുന്നതിനിടയിൽ പാറ അടിയിലുള്ള പാറ കയറ്റാൻ വേണ്ടി 2-3 ആളുകൾ അടിയിലേക്ക് ഇറങ്ങി. 10-25 മീറ്ററോളം താഴ്ചയുള്ള ആ കിണറിന്റെ ആ കരിമ്പാറയുടെ കിണറിലേക്ക് ഇറങ്ങി ഇതിങ്ങനെ കല്ല് വലിക്കുന്നതിനിടയില് ഈ കല്ലും ആ ഉരുളും പടവിന്റെ കല്ലും എല്ലാം കൂടി കേറ്റിക്കാണ്ട് വീണു. ഒരു കോറിയിട്ടൊരു മുറി അതുപോലും അവർക്ക് സംഭവിച്ചില്ല. ഈ കേറ്റിക്കൊണ്ടിരിക്കുന്ന കല്ല്, ഉരുള്, ചുറ്റുഭാഗത്തുള്ള പടവ് ഇതൊന്നായിട്ട് കേറ്റിക്കാണ്ട് വീണാൽ എന്താ അതിന്റെ സ്ഥിതി? പിന്നെ അവിടെ മണ്ണിട്ടേണ്ട ആവശ്യമുള്ളൂ. വേറെ മിൻഹാ ഖലഖനാക്കും വഫിഹാ നുഈദുക്കും വമിന്നാ നുഖ്രിജുക്കും താറത്തൻ നുഖ്റ എന്ന് പറയേണ്ട ആവശ്യം അവിടെ ഉള്ളൂ. പക്ഷെ ഞങ്ങളൊക്കെ വളരെ ഭയവിഹ്വലരായി. അല്പസമയം കഴിഞ്ഞപ്പോ വരും ഒരാ കയറിട്ടേരി ഞങ്ങൾ കയറട്ടെ. എത്ര അനുഭവങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ. ഷെയ്ഖ് CM വലിയുല്ലാഹി ബന്ധം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, CM മർക്കസ്. ആ മർക്കസ് ഒരു ഉയർന്ന സ്ഥലത്താണ്. അപ്പോ മർക്കസ് എന്ന ആശയം വന്നപ്പോൾ തന്നെ അവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞു ഒക്കെ ശരിയാണ്, പക്ഷെ ഈ പ്രദേശത്തൊന്നും വെള്ളമില്ലല്ലോ. ഏത് വീട്ടുകാർക്കും കുറച്ചാണ് കഴിഞ്ഞാൽ പിന്നെ വളരെ പ്രയാസമാണ്, വെള്ളത്തിന് പ്രയാസമാണ്. നിങ്ങൾ ഈ പറയുന്ന 100-300ഓളം കുട്ടികൾ താമസിച്ചു പഠിക്കുന്ന ഒരു സംവിധാനത്തിന് വെള്ളമില്ലാതെ നമ്മൾ എന്ത് ചെയ്യാനാ? അപ്പൊ ഒരു വിഷയത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ചിന്തിച്ച് ആലോചിച്ച് തീരുമാനമെടുത്തിട്ട് ചെയ്യുന്ന ഒരു പരിപാടി നമുക്കില്ലല്ലോ. ഷെയ്ഖ് CM വലിയുള്ളാഹിയുടെ നാമധേയത്തിലായതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ പടച്ചോൻ തന്നോളും എന്നും കരുതി തുടങ്ങി. അൽഹംദുലില്ലാഹ് അവിടെ വെള്ളത്തിന് യാതൊരു വിഷമമില്ല. അബ്ദുൽ ഉസ്താദെ, അവിടെ ബറ്റിന്റെ കമ്മിയേ ഉള്ളൂ, വെള്ളത്തിന്റെ കമ്മിയില്ല എന്ന് മാത്രമല്ല, ഞാനിത് പറഞ്ഞൊരു കറാമത്ത് പറയാൻ. അവർ കിണർ കുഴിച്ചു. ആ കിണർ കുഴിച്ചപ്പോൾ ആ കിണറിൽ പാറയുണ്ടായി. അങ്ങനെ പാറ പൊട്ടിച്ച് കുറെ കയറ്റി. ഏകദേശം ഒരു സാധാരണ കിണറാ, ഒരു 9 അടി ചുറ്റളവൊക്കെ ഉള്ള ഒരു കിണറാ, ചെറിയ കിണറാണ്, വലിയ ആഴുണ്ട്. അങ്ങനെ ആ പാറ പൊട്ടിക്കുന്നതിനിടയിൽ പാറ അടിയിലുള്ള പാറ കയറ്റാൻ വേണ്ടി 2-3 ആളുകൾ അടിയിലേക്ക് ഇറങ്ങി. 10-25 മീറ്ററോളം താഴ്ചയുള്ള ആ കിണറിന്റെ ആ കരിമ്പാറയുടെ കിണറിലേക്ക് ഇറങ്ങി ഇതിങ്ങനെ കല്ല് വലിക്കുന്നതിനിടയില് ഈ കല്ലും ആ ഉരുളും പടവിന്റെ കല്ലും എല്ലാം കൂടി കേറ്റിക്കാണ്ട് വീണു. 3 ആളുകൾ കിണറ്റില്. ചെറിയൊരു പോറൽ പോലും അവർക്ക് സംഭവിച്ചില്ല. ഒരു കോറിയിട്ടൊരു മുറി അതുപോലും അവർക്ക് സംഭവിച്ചില്ല. ഈ കേറ്റിക്കൊണ്ടിരിക്കുന്ന കല്ല്, ഉരുള്, ചുറ്റുഭാഗത്തുള്ള പടവ് ഇതൊന്നായിട്ട് കേറ്റിക്കാണ്ട് വീണാൽ എന്താ അതിന്റെ സ്ഥിതി? പിന്നെ അവിടെ മണ്ണിട്ടേണ്ട ആവശ്യമുള്ളൂ. വേറെ മിൻഹാ ഖലഖനാക്കും വഫിഹാ നുഈദുക്കും വമിന്നാ നുഖ്രിജുക്കും താറത്തൻ നുഖ്റ എന്ന് പറയേണ്ട ആവശ്യം അവിടെ ഉള്ളൂ. പക്ഷെ ഞങ്ങളൊക്കെ വളരെ ഭയവിഹ്വലരായി. അല്പസമയം കഴിഞ്ഞപ്പോ വരും ഒരാ കയറിട്ടേരി ഞങ്ങൾ കയറട്ടെ. അന്ന് CM മർക്കസിന്റെ പരിസരത്ത് അൽഹംദുലില്ലാഹ് അതിന്റെ ശത്രുക്കളില്ല. അത് അവർക്ക് രാഷ്ട്രീയമില്ലാഞ്ഞിട്ടൊന്നുമല്ല. അതേ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ അബൂബക്കർ ഹാജി, അദ്ദേഹം അവിടുത്തെ രാഷ്ട്രീയ കക്ഷിയുടെ പ്രസിഡന്റാണ്, പഞ്ചായത്ത് പ്രസിഡന്റാണ്. പക്ഷെ അവര് പറയും, നിങ്ങൾ അരിമ തൊട്ട് കളിക്കണ്ട, അത് ആരുടെ പേരിലാണെന്ന് നിങ്ങൾക്കറിയോ? CM വലിയുള്ളാഹിയുടെ പേരിലാണ്. ആരാണ് കൊണ്ടുനടക്കണമെന്ന് നിങ്ങൾ നോക്കണ്ട, അയിമ കളിക്കാൻ പോണ്ട എന്ന് മൂപ്പരിങ്ങനെ പറയും. കാരണം മൂപ്പര അനുഭവിച്ചതാണ് CM വലിയുള്ളാഹി ആരാണെന്ന്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ശത്രുക്കൾ അവിടെ ഇല്ല. അൽഹംദുലില്ലാഹ് എല്ലാവരും ഭക്ഷണം കൊടുത്തും അല്ലാതെയും അവിടെ സഹകരിച്ചു കൊണ്ടിരിക്കുന്നു നാട്ടുകാർ. CM വലിയുള്ളാഹിയുടെ ഹക്ക് കൊണ്ട് ആ നാട്ടുകാർക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ഇസ്സത്തിലാക്കട്ടെ, അല്ലാഹു എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അല്ലാഹു സലാമത്താക്കട്ടെ. മഹാനായ ഷെയ്ഖ് CM വലിയുള്ളാഹി കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള സർവ്വസ്ഥലങ്ങളിലും CM വലിയുള്ളാഹിയുടെ കറാമത്ത്